തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അതീവ ഗുരുതരാവസ്ഥയിൽ. ചെന്നൈയിലും പരിസരങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അപ്പോളോ റോയൽപേട്ട ആശുപത്രികളിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. സിജു സുഗതൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സിജു, എങ്ങനെയാണ് നിലവിലെ സ്ഥിതി? അരുൺ, ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്തകൾ പ്രകാരം ജയലളിതയുടെ നില അതീവ ഗുരുതരമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിശദീകരണങ്ങൾ ഒരു ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. നിലവിൽ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലാണ് ജയലളിത ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ജയലളിതയെ നിർജ്ജലീകരണത്തെ തുടർന്നും കടുത്ത പനിയെ തുടർന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ജയലളിതയുടെ കരൾ, അതോടൊപ്പം തന്നെ വൃക്ക തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജയലളിതയുടെ ജീവൻ നിലനിൽക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും തമിഴ്നാട്ടിലെ ഒരുപക്ഷെ ജയലളിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഉണ്ടാകുന്ന സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാകണം സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരം കേന്ദ്രസേനയെ അടക്കം വിന്യസിക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലും പരിസരത്തും സംസ്ഥാന പോലീസിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് സേനാ വിഭാഗങ്ങളുടെയും സേന വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച വിവരം ഇനിയും ശരിയായ വിവരം ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ അഭ്യൂഹങ്ങൾ മാത്രമാണ് ജയലളിതയുടെ ആരോഗ്യം സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ മാത്രമാണ് പരക്കുന്നത്. ഏതായാലും പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി യാതൊരു വിശദീകരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുതയാണ്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും DMK നേതാവുമായ കരുണാനിധി തന്നെ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ജയലളിതയുടെ ആരോഗ്യ സ്ഥിതി സംബന്ധിച്ച് അറിയാൻ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട്. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയോ അതോടൊപ്പം തന്നെ ഏതെങ്കിലും മന്ത്രിയോ ഇത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ ഗവർണർ അടക്കമുള്ളവർ ഇന്ന് വൈകുന്നേരത്തോടെ സംസ്ഥാന ഗവർണർ അടക്കമുള്ളവർ ജയലളിതയെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ മുൻ മുഖ്യമന്ത്രിയും AIADMKയുടെ മുതിർന്ന നേതാവുമായ പനീർസെൽവവും അതോടൊപ്പം തന്നെ ജയലളിതയുടെ തോഴി ശശികലയും അടക്കമുള്ളവർ മാത്രമാണ് അപ്പോളോ ആശുപത്രിയിൽ ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി, അതായത് തമിഴ്നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇപ്പോൾ അപ്പോളോ ആശുപത്രിയിലും റോയൽപേട്ട ആശുപത്രിയുടെയും പരിസരത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നം ഒരു വലിയ വിഷയമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ VIP-കൾ അടക്കമുള്ള പലരെ പോലും ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഇന്നലെ ജയലളിതയെ സന്ദർശിച്ചിരുന്നു. ഇന്നിപ്പോൾ വൈകുന്നേരം ഗവർണർ സന്ദർശിച്ചു. ഏതായാലും സ്ഥിതിഗതികൾ ആശങ്കാജനം എന്ന് തന്നെയാണ് വാർത്തകൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നുള്ള വിവരങ്ങൾ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നത്. അതുപ്രകാരം നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അപ്പോളോ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെയാണ് 5 വർഷം മുമ്പ് ജയലളിതയെ ചികിത്സിച്ച ലണ്ടനിൽ നിന്നുള്ള ഡോക്ടർ എത്തിയ ആശുപത്രിയിൽ, അപ്പോളോ ആശുപത്രിയിൽ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. എല്ലാ സാഹചര്യങ്ങളിലും പരിഗണിക്കുമ്പോൾ തന്നെ നിലവിൽ വരുന്ന വാർത്തകൾ ജയലളിതയുടെ സ്ഥിതി അതീവ ഗുരുതരം എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. അരുൺ, സിജു സുഗതൻ വിവരങ്ങൾ നൽകിയത്. രാജ്യത്തെ 5 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ തിരിച്ചടിക്ക് ഒരുങ്ങുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. IS അനുകൂല ചില ഭീകര സംഘടനകളുടെ സഹായത്തോടെയാണ് പാകിസ്ഥാൻ തിരിച്ചടിക്ക് ഒരുങ്ങുന്നത് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സുപ്രധാന നഗരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. IS അനുകൂല ഭീകര സംഘടനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ തിരിച്ചടിക്ക് ഒരുങ്ങുന്നതായാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ദില്ലിക്ക് പുറമെ രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് സംഘം ലക്ഷ്യം വച്ചേക്കുന്നതെന്നും IB മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യതലസ്ഥാനം ആക്രമിക്കാനും ലക്ഷ്യമിടുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ തന്നെ തന്ത്രപ്രധാന മേഖലകൾ, തിരക്കേറിയ സ്ഥലങ്ങൾ, വിമാനത്താവളങ്ങൾ, ചരിത്രപ്രധാന സ്ഥലങ്ങൾ, സർക്കാർ മന്ദിരങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ കർശനമാക്കാൻ IB നിർദ്ദേശിച്ചു. നേരത്തെ ഇന്ത്യക്കെതിരെ വിശുദ്ധ യുദ്ധത്തിന് മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്യിദ് പാകിസ്ഥാനിൽ ആഹ്വാനം നടത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അതിർത്തി പ്രദേശത്ത് കൂടുതൽ സൈനികരെ വിന്യസിച്ചു. ദില്ലിയിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ദില്ലിയടക്കം രാജ്യത്തെ സുപ്രധാന നഗരങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ദില്ലി വിമാനത്താവളത്തിനു സമീപം 20 അംഗ NSG സംഘം ഏതു സമയവും പുറപ്പെടാൻ സജ്ജരാണ്. നിർദ്ദേശം ലഭിച്ചാൽ 5 മിനിറ്റിനുള്ളിൽ ഓപ്പറേഷന് തയ്യാറാവണമെന്നാണ് വ്യോമസേനയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യ പാക് സംഘർഷം പരിഹരിക്കാൻ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് ഐക്യരാഷ്ട്രസഭ. ഈ ആവശ്യം തള്ളിയ ഇന്ത്യ പോരാട്ടം പാകിസ്ഥാന് എതിരെയല്ല, ഭീകര കേന്ദ്രങ്ങൾക്ക് എതിരെയാണെന്ന് UN ബോധിപ്പിച്ചു. എന്നാൽ അഖ്നൂരിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം ഇന്നും വെടിയുതിർത്തു. ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കും എന്ന പാകിസ്ഥാന്റെ നിലപാടിനെതിരെ US രംഗത്ത് വന്നു. ഇന്ത്യ അതിർത്തിയിൽ നിന്ന് രാജ്യത്തിനകത്ത് ആക്രമണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയെ പാകിസ്ഥാൻ സമീപിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമെങ്കിൽ മധ്യസ്ഥതയ്ക്ക് UN തയ്യാറാണെന്നും സെക്രട്ടറി ബാൻ കി മൂണും അറിയിച്ചു.
ഇന്ത്യ പാക് സംഘർഷം യുദ്ധത്തിലേക്ക് പോയേക്കുമോ എന്ന അന്താരാഷ്ട്ര ആശങ്കയ്ക്കിടയിലാണ് ഇരു രാജ്യങ്ങളും ആവശ്യപ്പെട്ടാൽ ഇടപെടാമെന്ന് UN വ്യക്തമാക്കിയത്. കാശ്മീർ അടക്കമുള്ള വിഷയങ്ങളിൽ സമാധാനം സൃഷ്ടിക്കാൻ ചർച്ച ആവശ്യമാണെന്നും ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി. എന്നാൽ UNന്റെ മധ്യസ്ഥത നിലപാട് ഇന്ത്യ അംഗീകരിച്ചില്ല. ഇന്ത്യ ആക്രമണം നടത്തിയത് പാകിസ്ഥാനെതിരെയല്ല, പകരം ഭീകരകേന്ദ്രങ്ങൾക്കെതിരെയാണെന്ന് ഐക്യരാഷ്ട്രസഭ മുമ്പാകെ ഇന്ത്യ ബോധിപ്പിച്ചു. അതിനാൽ പാക് പരാതി ദക്ഷിണേഷ്യയിൽ ഒറ്റപ്പെട്ടതിന്റെ പ്രതിഫലനമാണെന്നും ഇന്ത്യ അറിയിച്ചു. ഇന്നും അക്നൂരിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘനം നടത്തി. അതീവ ജാഗ്രതയുടെ ഭാഗമായി ഗുജറാത്ത് മുതൽ കാശ്മീർ വരെയുള്ള അതിർത്തിയിൽ കർശന സുരക്ഷയിലാണ്. കരസേനാ മേധാവി ദൽബീർ സിംഗ് നിയന്ത്രണ രേഖയിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. അതേസമയം ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കുമെന്ന പാകിസ്ഥാന്റെ വെല്ലുവിളി ആശങ്ക ഉണ്ടാക്കുന്നതെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. സാർക്ക് ഉച്ചകോടിയിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് പിന്നാലെ മാലിദ്വീപും പിന്മാറി. ഇതോടെ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉറി ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാക് അധീന കശ്മീരിൽ നടത്തിയ മിന്നലാക്രമണത്തിന് ശേഷം അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ സുരക്ഷിതമായ ഇടങ്ങൾ തേടി പലായനം തുടങ്ങി. മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം രൂപപ്പെട്ടതോടെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അന്തർദേശീയ തലത്തിൽ മൂർധന്യമായ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ പലായനം ചെയ്തു തുടങ്ങി. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാരാമിലിറ്ററി ട്രൂപ്പിന് നേരെ പാക് സേനയുടെ ഭാഗത്തു നിന്ന് വെടിവെയ്പുണ്ടായ സാഹചര്യത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളായ പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവയോട് അതീവ ജാഗ്രത തുടരാനും അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് വേഗത്തിലാക്കാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. പഞ്ചാബിലെ 1000-ഓളം അതിർത്തി ഗ്രാമങ്ങളിലെ ഒഴിപ്പിക്കൽ പുരോഗമിക്കുകയാണ്. എന്നാൽ ഗുർദാസ്പൂരിലെ ചില ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഒഴിപ്പിക്കലിനോട് തീരെ സഹകരിക്കുന്നുമില്ല. വിളവെടുപ്പ് കാലമായതിനാൽ കൃഷിയിടം വിട്ടുപോകാനാവില്ലെന്ന നിലപാടിലാണിവർ. അതേസമയം അതിർത്തി ഗ്രാമങ്ങളിലെ പാടങ്ങളിൽ വിളവെടുപ്പ് ഏറ്റെടുക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെന്ന് പഞ്ചാബ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഗുജറാത്തിൽ ആഴക്കടൽ മത്സ്യബന്ധനവും വിലക്കി. കടലിലെ രാജ്യാന്തര അതിർത്തി കടക്കരുതെന്നാണ് തീരസംരക്ഷണ സേനയുടെ മുന്നറിയിപ്പ്. അതേസമയം പ്രദേശവാസികളുടെ പ്രധാനമായിട്ടുള്ള ഭീതി യുദ്ധസന്നാഹത്തിന്റെ മുന്നറിയിപ്പായി പട്ടാള വാഹനങ്ങളും ആയുധം പേരുള്ള കവചിത വാഹനങ്ങളും പട്ടാളക്കാരാലും നിറയപ്പെടുന്ന അതിർത്തിയിലെ ഗ്രാമ റോഡുകളിൽ നിന്നും സുഗമമായ പലായനത്തിന് ഏറെ ബുദ്ധിമുട്ടാണ്. നിലവിലെ സാഹചര്യം സമാനമെങ്കിലും ഏതു നിമിഷവും ഇരുഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളിൽ നിന്നും ജീവൻ രക്ഷിക്കണമെങ്കിൽ പലായനമല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇന്ത്യൻ അതിർത്തിയിലെ ഗ്രാമവാസികൾക്ക് സുരക്ഷിതമായ താവളമൊരുക്കിയാണ് സേന ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടക്കുന്നത്. ന്യൂസ് ഡെസ്ക്. UDF സർക്കാരിന്റെ ഭരണകാലത്തെ റേഷൻ മണ്ണെണ്ണ തിരിമറി. സംസ്ഥാനത്തിനുള്ള റേഷൻ മണ്ണെണ്ണ വിഹിതം വീണ്ടും കേന്ദ്രം വെട്ടിക്കുറച്ചു. പ്രതിമാസം ഇനി സംസ്ഥാനത്തെ കാർഡുടമകൾക്ക് ലഭിക്കുക 350 മില്ലി മണ്ണെണ്ണ മാത്രമായിരിക്കും. 2012-13 വർഷത്തിൽ 30,300 കിലോ ലിറ്റർ മണ്ണെണ്ണ അന്നത്തെ UDF സർക്കാർ മത്സ്യബന്ധന ബോട്ടുകൾക്ക് വകമാറ്റി മറിച്ചുവിറ്റതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം കണ്ടെത്തിയിരുന്നു. മറിച്ചു നൽകിയതിന്റെ 25%മായ 7,584 കിലോ ലിറ്റർ വെട്ടിക്കുറച്ച് 22,464 കിലോ ലിറ്റർ മണ്ണെണ്ണ മാത്രമാണ് കഴിഞ്ഞ വർഷം നൽകിയത്. അടുത്ത വിഹിതത്തിൽ നിന്നും ബാക്കി 75% മണ്ണെണ്ണ വിഹിതം വെട്ടിക്കുറയ്ക്കുമെന്ന് 2014 ഡിസംബർ 31 ഉത്തരവിൽ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിരുന്നു. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം മുതൽ മണ്ണെണ്ണ വിഹിതം വീണ്ടും വെട്ടിക്കുറച്ചത്. ഓൾ ഇന്ത്യ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി ബേബിച്ചൻ മുക്കാടൻ. കേന്ദ്രത്തിന് അപേക്ഷ നൽകിയാൽ എത്ര മണ്ണെണ്ണ വേണമെങ്കിലും മത്സ്യബന്ധന ബോട്ടുകൾക്ക് നൽകാമെന്ന് കേന്ദ്രം പലതവണ നിർദ്ദേശം നൽകിയതാണ്. അന്നത്തെ UDF ഗവൺമെന്റ് അതിനനുസരിച്ച് അപേക്ഷ നൽകാൻ തയ്യാറാകുന്നതിനാലാണ് അന്നത്തെ ഗവൺമെന്റ് ചെയ്ത പാപഭാരം ഇപ്പോൾ ഈ ഗവൺമെന്റ് അനുഭവിക്കേണ്ടി വരുന്നത്. ഇനി ഒക്ടോബർ മുതൽ ഡിസംബർ വരെ 3 മാസത്തേക്ക് 16,080 കിലോ ലിറ്റർ മണ്ണെണ്ണ മാത്രമാണ് ലഭിക്കുക. 9,660 കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് വെട്ടിക്കുറച്ചത്. പ്രതിമാസ വിഹിതം 5,360 കിലോ ലിറ്റർ മാത്രമായി വെട്ടിക്കുറയ്ക്കപ്പെട്ടതോടെ കാർഡ് ഉടമകൾക്ക് 350 മില്ലി ലിറ്റർ മണ്ണെണ്ണ മാത്രമായിരിക്കും ഇനി ലഭിക്കുക. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഗവർണർ P. സദാശിവം അഭ്യർത്ഥിച്ചു. ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ടവരാണ് അഭിഭാഷകർ. കോടതിക്കുള്ളിലെ മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യം ജനങ്ങളുടെ അറിയാനുള്ള അവകാശം സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരുവിഭാഗങ്ങളുടെയും സേവനം സമൂഹത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. കാരണങ്ങൾ കൊണ്ട് തന്നെ ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമിക്ക് പിന്തുണ നൽകുന്നത് മുംബൈ കേന്ദ്രീകരിച്ചുള്ള ലഹരിമരുന്ന് മാഫിയ സംഘമാണെന്ന് ഗോവിന്ദചാമിയുടെ അഭിഭാഷകൻ BA ആളൂരിന്റെ വെളിപ്പെടുത്തൽ. സംഘത്തിന്റെ പല കേസുകളും താനാണ് കൈകാര്യം ചെയ്യുന്നത് എന്നും ആളൂർ. എന്നാൽ സുപ്രീംകോടതി പുനഃപരിശോധനാ ഹർജി പരിഗണിക്കാനിരിക്കെ കേസ് വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് പ്രതിഭാഗം അഭിഭാഷകൻ നടത്തുന്നത് എന്ന് സൗമ്യയുടെ അമ്മ സുമതി ആരോപിച്ചു.
ട്രെയിനിലെ മോഷണ ലഹരിമരുന്ന് കടത്ത് സംഘത്തിലെ അംഗമാണ് ഗോവിന്ദച്ചാമി എന്നാണ് ഇയാളുടെ അഭിഭാഷകൻ BA ആളൂരിന്റെ വെളിപ്പെടുത്തൽ. മുംബൈ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് സൗമ്യ കേസിന്റെ വിചാരണക്കിടെ ഗോവിന്ദച്ചാമിക്ക് പിന്തുണയുമായി എത്തിയത്. ഗോവിന്ദച്ചാമി ട്രെയിനിൽ കളവ് മാത്രമല്ല, ഈ പറയുന്ന പോലെ മയക്കമരുന്ന് അങ്ങനെയുള്ള വസ്തുക്കൾ വിൽക്കുന്നു. അങ്ങനെ മയക്കമരുന്നുമായി ബന്ധപ്പെടുന്ന പലരും ബോംബെയിലുമായിട്ടും തമിഴ്നാട്ടിലുമായിട്ടും പലരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കേസേൽപ്പിച്ച പനവേലിലെ ഒരു സംഘം എന്നോട് പറഞ്ഞിരുന്നു, അതിൽ തമിഴും കർണാടകവും കേരളത്തിൽ നിന്നുള്ള വ്യക്തികളുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട്, വക്കീലിന് ഹാജരാകാൻ സാധിക്കുമോ? പക്ഷേ കേസ് ഏൽപ്പിക്കുമ്പോൾ തന്നെ അവർ നമ്മളോട് പറഞ്ഞിരുന്നു, മറ്റു പല കേസുകളെ പോലെ തന്നെ ആരാണ് ഈ കേസിന്റെ പിന്നിൽ എന്നുള്ള കാര്യം ആരോടും പറയരുത് എന്നുള്ള ഒരു സംഗതി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മോഷ്ടാക്കളും മയക്കുമരുന്ന് ലോബിയുമാണ് വക്കാലത്തുമായി എത്തിയത്. ആവശ്യപ്പെട്ട പണം പ്രതിഫലമായി നൽകിയെന്നും അഡ്വക്കേറ്റ് BA ആളൂർ പറഞ്ഞു. സൗമ്യവരത്തിന് പുറമെ സംഘത്തിനായി മറ്റു പല കേസുകളും നിലവിൽ നടത്തുന്നുണ്ട് എന്നും വെളിപ്പെടുത്തലുണ്ട്. എന്നാൽ വധശിക്ഷ റദ്ദാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെ നൽകിയ പുനഃപരിശോധന ഹർജി കോടതി പരിഗണിക്കാനിരിക്കെ പ്രതിഭാഗം അഭിഭാഷകൻ നടത്തിയ വെളിപ്പെടുത്തൽ കേസ് അട്ടിമറിക്കാനാണെന്ന് സൗമ്യയുടെ അമ്മ സുമതി ആരോപിച്ചു. അതേസമയം സൗമ്യയുടെ പോസ്റ്റ്മോർട്ടം നടന്ന സമയത്ത് ഫോറൻസിക് വിഭാഗത്തിന്റെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ ഷേർലി വാസുവിനോട് നേരിട്ട് ഹാജരാകാൻ തൃശൂർ CJM കോടതി ഉത്തരവിട്ടു. ഫോറൻസിക് അസോസിയേറ്റ് പ്രൊഫസർ ഉന്മേഷ് നൽകിയ മാനനഷ്ട കേസിലാണ് നടപടി. കേസിന്റെ വിചാരണക്കിടെ താനാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്ന ഉന്മേഷിന്റെ വാദത്തിനെതിരെ ഷേർലി വാസു പ്രതികരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പീഡിപ്പിച്ചുവെന്ന സരിത S. നായരുടെ പരാതിയിൽ പുനരന്വേഷണം നടത്തും. ക്രൈംബ്രാഞ്ച് IG-ക്കാണ് അന്വേഷണ ചുമതല. 2014 സരിത നൽകിയ പരാതി മുൻ സർക്കാർ മരവിപ്പിച്ചിരുന്നു. മന്ത്രിമാരും രാഷ്ട്രീയ പ്രമുഖരും ശാരീരികമായും മാനസികമായും തന്നെ പീഡിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി 2014 സരിത നായർ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താൻ UDF സർക്കാർ തയ്യാറായിരുന്നില്ല. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ പശ്ചാത്തലത്തിലാണ് സരിത വീണ്ടും പരാതി നൽകിയത്. സംസ്ഥാനത്ത് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് തന്നെ ചൂഷണത്തിന് വിധേയയാക്കി എന്നാണ് പരാതി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മകൻ ചാണ്ടി ഉമ്മൻ, മുൻ കേന്ദ്രമന്ത്രിമാരായ KC വേണുഗോപാൽ, SS പഴനിമാണിക്യം, മുൻ മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദ്, അടൂർ പ്രകാശ്, AP അനിൽകുമാർ, ഹൈബി ഈഡൻ, PC വിശ്വനാഥ്, ജോസ് കെ മാണി, AP അബ്ദുള്ളക്കുട്ടി തുടങ്ങി 18ഓളം പേർ തന്നെ ചൂഷണം ചെയ്തുവെന്നാണ് സരിത പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി 2,16 ലക്ഷം രൂപയും ആര്യാടൻ മുഹമ്മദ് 25 ലക്ഷം രൂപയും കൈപ്പറ്റിയതായും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. UDF സർക്കാരിൽ നിന്ന് തനിക്ക് നീതി ലഭിച്ചില്ലെന്നും പുതിയ അന്വേഷണത്തിലൂടെ അത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സരിത നായർ പറഞ്ഞു. അന്വേഷണം ആളിലേക്ക് എത്തിപ്പെടും, അവർ പ്രതിയാകും എന്നുള്ള ഘട്ടം വരുമ്പോൾ അന്വേഷണം മരവിപ്പിക്കുകയോ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് ഞാൻ അനുഭവിച്ചു പോന്നിട്ടുള്ളത്. നമുക്ക് പറയാവുന്നതിന്റെ മാക്സിമം നമ്മളിൽ നിന്ന് കളക്ട് ചെയ്തതിനു ശേഷം അന്വേഷണം എങ്ങും എത്താതെ അവസാനിപ്പിക്കുന്ന ഒരവസ്ഥ എന്തായാലും ഇനി ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അന്വേഷണ സംഘത്തിന് മുന്നിൽ പുതിയ തെളിവുകൾ ഹാജരാക്കുമെന്നും സരിത വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വമേധയാ കള്ളപ്പണ വിവരം പുറത്തുവിട്ടവരുടെ പേരുകൾ വെളിപ്പെടുത്തില്ലെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. 65,250 കോടി രൂപയുടെ കള്ളപ്പണ വിവരങ്ങൾ കണ്ടുപിടിച്ചുവെന്നും 64,275 പേർ അധിക നിക്ഷേപം വെളിപ്പെടുത്തിയെന്നും ധനമന്ത്രി പറഞ്ഞു. സ്വാശ്രയ വിഷയത്തിൽ നിരാഹാര സമരം കിടന്ന അനൂപ് ജേക്കബ് MLA ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. സ്വാശ്രയ വിഷയത്തിൽ 3 കോൺഗ്രസ് MLA-മാരും 2 ലീഗ് MLA-മാരും നിയമസഭയിൽ നടത്തുന്ന നിരാഹാര അനുഭാവ സമരങ്ങൾ 4ാം ദിവസത്തിലേക്ക്. നിരാഹാരം കിടക്കുന്ന MLA-മാരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള UDF നേതാക്കൾ സന്ദർശിച്ചു. സ്വാശ്രയ സമരത്തിൽ സർക്കാർ പിടിവാശി അവസാനിപ്പിക്കണമെന്നും സമരക്കാരുമായി ചർച്ച നടത്താൻ തയ്യാറാകണമെന്നും ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ് പിടിവാശി അവസാനിപ്പിക്കണം. സമരം ചെയ്യുന്നത് MLA-മാരാണിപ്പോൾ. നിരാഹാര സമരം നടത്തുന്ന UDF MLA-മാരോട് ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനം തികച്ചും പ്രതിഷേധാർഹമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല നിയമസഭയിൽ MLA-മാർ സത്യാഗ്രഹം കിടക്കുന്നത്. സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാർ ആവർത്തിച്ച നിലപാട് വ്യക്തമാക്കിയതോടെ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ആശയക്കുഴപ്പത്തിലാണ് പ്രതിപക്ഷം. നിരാഹാര സമരം 4 ദിവസം പിന്നിട്ടിട്ടും തുടർച്ചയായി സഭാ നടപടികൾ സ്തംഭിപ്പിച്ചിട്ടും സർക്കാർ സ്വാശ്രയ കോളേജ് ഫീസ് കുറയ്ക്കാൻ തയ്യാറാകാത്തതാണ് പ്രതിപക്ഷത്തിന്റെ ആശങ്കയ്ക്ക് കാരണം. ഇതിനിടെ സർക്കാരിനെതിരെയുള്ള സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച UDF യോഗം ചേരുന്നുണ്ട്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് കുറയ്ക്കണമെന്നും പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസ് വിദ്യാർത്ഥികൾക്ക് താങ്ങാവുന്നതാക്കണമെന്നുമുള്ള നിരവധി ആവശ്യങ്ങൾ ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും ഉപാധ്യക്ഷനും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തിയത്. ഈ സമരവുമായി മുന്നോട്ടു പോയെങ്കിലും പോലീസുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ച് നേതാക്കൾക്ക് ഗുഡ് ബൈ പറയേണ്ടി വന്നു. തുടർന്ന് UDF യോഗം ചേർന്ന് MLA-മാരെ സമരമുഖത്തിറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 5 MLA-മാരിൽ കോൺഗ്രസിന്റെ 3 പേർ നിരാഹാര സമരവും
ലീഗിന്റെ 2 പേർ അനുഭാവ സത്യാഗ്രഹവും തുടങ്ങി. സമരം 4 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ അനങ്ങുന്നതേയില്ല. കൂടാതെ സഭ തുടങ്ങിയ അന്നു മുതൽ 5 ദിവസവും സ്വാശ്രയ വിഷയത്തിൽ തന്നെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി സഭ സ്തംഭിപ്പിച്ചിട്ടും വിഷയത്തിൽ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസ് പോലും കുറയ്ക്കുകയില്ലെന്ന മുഖ്യമന്ത്രി ഒടുവിൽ തീരുമാനമറിയിച്ചതോടെ പ്രതിപക്ഷത്തിന് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. കൂട്ടുസമരമിരിക്കുന്നവർ മാറുന്നുണ്ടെങ്കിലും നിരാഹാര സമരത്തിൽ ഏർപ്പെട്ടവർ കുടുങ്ങിയിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യസ്ഥിതി മോശമായാൽ പിന്നെ പകരം ആരെ ഇരുത്തുമെന്നതും തീരുമാനിച്ചിട്ടില്ല. സ്വാശ്രയ വിഷയത്തിൽ സർക്കാരിന് ഇനി ഒരു തീരുമാനവും പ്രതിപക്ഷത്തിന് അനുകൂലമായി പ്രഖ്യാപിക്കാനില്ല എന്നതാണ് സമരത്തിന്റെ കാര്യത്തിൽ UDF നേതാക്കളെ ആശയക്കുഴപ്പത്തിലാക്കാൻ കാരണം. സമരം ചെയ്യുന്ന MLA-മാരെ കണ്ട ശേഷം സമരം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാടിൽ ലീഗിന് എതിർപ്പുണ്ട്. മറ്റ് ഘടകകക്ഷികളും സമരത്തിൽ മുറുമുറുപ്പ് പ്രകടമാക്കുകയാണ്. സമരം പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നിയോജക മണ്ഡലങ്ങളിൽ UDF ധർണ സംഘടിപ്പിച്ചു. തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച UDF യോഗം ചേരും. അതിനുശേഷം നിയമസഭയിൽ കക്ഷി നേതാക്കളുടെ യോഗവും. എന്നിരുന്നാലും സമരത്തിന് എവിടെ എങ്ങനെ വിരാമമിടുമെന്ന ചോദ്യം മാത്രം ഉത്തരമില്ലാതെ അവശേഷിക്കുകയാണ്. എന്തെങ്കിലും കച്ചിത്തുരുമ്പ് കിട്ടുമെന്ന പ്രതീക്ഷയോടെ UDF മുന്നോട്ടു പോകുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഭിഭാഷകരും കോടതിയും മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കരുതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. അഭിഭാഷകരും കോടതിയും ഈ മാധ്യമ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ഒരു ജനാധിപത്യ സംസ്കാരത്തിൻ്റെ കാവലാളുകളാണ് തങ്ങൾ എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഉന്നത നിലവാരത്തിലേക്ക് മാറണമെന്ന അഭ്യർത്ഥനയാണ്. കാരണം നിയമപരമായി അതിനെ നേരിടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് നേതൃത്വം തെറ്റുതിരുത്തിയില്ലെങ്കിൽ പാർട്ടിയിൽ കലാപം ഉണ്ടാകുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ MLA. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം 3 നേതാക്കൾക്കുമുണ്ടെന്നും യോജിപ്പില്ലാത്തതിനാലാണ് വീഴ്ചയുണ്ടായത് എന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഹൈക്കമാൻഡ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ 3 പേരും പരാജയപ്പെട്ടുവെന്നും നേതാക്കൾ ഇനിയെങ്കിലും സ്വന്തം താൽപര്യം മാറ്റിവെക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. തോൽവിയുടെ പേരിൽ സുധീരനെ മാത്രം മാറ്റുന്നത് ശരിയല്ല. സ്വാശ്രയ പ്രശ്നത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയ ഹർത്താൽ സ്വാശ്രയ സമരത്തിന്റെ ശോഭ കെടുത്തിയെന്നും സതീശൻ പറഞ്ഞു. സ്വാശ്രയ സമരത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി നൽകിയ ശേഷം നിഷേധിച്ചതിൽ നിയമസഭാ കക്ഷി നേതൃത്വത്തോട് നീരസമുണ്ട്. ഇതിലൂടെ കൂടുതൽ സഭാ നടപടികളിൽ ഇടപെട്ടതിന്റെ റെക്കോർഡാണ് നഷ്ടമായത് എന്നും സതീശൻ പറഞ്ഞു. ഈ തുറന്നു പറച്ചിലിനെതിരെ പാർട്ടി നേതൃത്വം നടപടിയെടുത്താൽ ശിരസാ വഹിക്കുമെന്നും സതീശൻ പറഞ്ഞു. ഹൈക്കോടതിയിലെ മാധ്യമ വിലക്ക് ഗുണ്ടായിസമാണെന്ന് സുധീരൻ. മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ഗവർണർ ഇടപെടണമെന്നും സുധീരൻ പ്രതികരിച്ചു. സംസ്ഥാന ഗവർണർ ഈ കാര്യത്തിൽ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാന ഗവർണർ ഇടപെടണം. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഇത്തരം സംഭവങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കാനാകില്ല. കൊച്ചി മട്ടാഞ്ചേരിയിൽ നടന്ന റെയ്ഡിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ആരോഗ്യവകുപ്പും എക്സൈസും ചേർന്ന് നടത്തിയ റെയ്ഡിൽ 6 കടകളിൽ നിന്നായി 10 കിലോ പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത്. അനധികൃത വിൽപ്പന നടത്തിയ കടയുടമകളിൽ നിന്ന് പിഴ ഈടാക്കി. മട്ടാഞ്ചേരിയിലെ ഏതാനും കടകളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ആരോഗ്യവകുപ്പും എക്സൈസും ചേർന്ന് കടപരിശോധന നടത്തിയത്. പ്രധാനമായും 6 കടകളിലാണ് പരിശോധന നടത്തിയത്. ഇവിടെ നിന്ന് പാൻ മസാല, സിഗരറ്റ്, നാടൻ പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ പിടികൂടി. നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിനും സ്കൂൾ പരിസരത്ത് പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റതിനും കടയുടമകൾക്കെതിരെ നടപടി സ്വീകരിച്ചതായി ജില്ലാ ഹെൽത്ത് ഓഫീസർ ശ്രീനിവാസൻ പറഞ്ഞു. പുകയില ഉൽപ്പന്നങ്ങൾ കോഡ്പ ആക്ട് അനുസരിച്ചുള്ള തുച്ഛമായ നീതികളുള്ളൂ. കൂടുതൽ കേസുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ 3 വർഷം തടവ്, അതുപോലെ 10,000 കണക്കിന് രൂപ ഇത് നിയമത്തിൽ പറയുന്നുണ്ട്. അതനുസരിച്ച് നടപടി വരുന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയ സ്ഥലങ്ങൾ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും കൂടുതൽ പരിശോധനകൾ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജോർജ്, മറ്റ് ആരോഗ്യവകുപ്പ്, എക്സൈസ് ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.